അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 അതിൽ ചാപ്റ്റർ 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് മഹത്തായ വിചാരണ എന്നാണ്. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദ് മാർച്ച് 18, 1922 സെക്ഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ അഡ്വക്കേറ്റ് ജനറൽ ബോംബെ പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി തുടർന്ന് വിധി പ്രസ്താവിച്ചു. ആ വിധിയാണ് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാലനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. അപ്പോൾ ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് മഹത്തായ വിചാരണ. ഇങ്ങനെ ഒരു ബോക്സാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് ഫിഷറുടെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ഇതിന്ന് എടുത്തിരിക്കുന്നതാണ്. ലൂയിസ് ഫിഷറുടെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ നീതിപൂർവമായി വിധി പറയാൻ പ്രയാസകരമെന്ന് സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് വിശേഷിപ്പിച്ച കേസിൽ പരാമർശിക്കുന്ന പ്രതി. അപ്പം അങ്ങനെ അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ നീതിപൂർവമായി വിധി പറയാൻ പ്രയാസകരമെന്ന് സെഷൻസ് ജഡ്ജ്, ഏത് ജഡ്ജാണ്? ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ്. ആരാണ്? ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് വിശേഷിപ്പിച്ച കേസിൽ പരാമർശിക്കുന്ന പ്രതിയാണ് മഹാത്മാഗാന്ധി. 1922 മാർച്ച് 18 മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. അപ്പോൾ 1922 മാർച്ച് 18 മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് എവിടെയാണ്? 1922 മാർച്ച് 18 മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് എവിടെയാണ്? ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദ്. 1922 മാർച്ച് 18 ഗാന്ധിജിക്ക് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിലെ പ്രോസിക്യൂട്ടർ ആരായിരുന്നു? സർ JT സ്ട്രോങ്മാൻ ആയിരുന്നു പ്രോസിക്യൂട്ടർ. ആരാണ്? സർ JT സ്ട്രോങ്മാൻ. എത്ര വർഷത്തെ ശിക്ഷയാണ് വിധിച്ചതെന്ന് ചോദിക്കാം. 6 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചത്. സർ JT സ്ട്രോങ്മാൻ ആണ് ആ കേസിലെ പ്രോസിക്യൂട്ടർ. വിചാരണ നടന്നത് ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദ്. 1922 മാർച്ച് 18 വിചാരണ നടന്നത്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ലൂയിസ് ഫിഷറാണ്. ആ ലൂയിസ് ഫിഷറുടെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് ഈ മഹത്തായ വിചാരണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാരാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഉയർന്ന മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എന്തൊക്കെയാണ്? ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ലൂയിസ് ഫിഷറാണ്. വിചാരണ നടന്നത് 1922 മാർച്ച് 18 അഹമ്മദാബാദിലെ ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസിലാണ്. ആരായിരുന്നു പ്രോസിക്യൂട്ടർ? സർ JT സ്ട്രോങ്മാൻ ആണ് പ്രോസിക്യൂട്ടറായിട്ടുണ്ടായിരുന്നത്. നീതിപൂർവമായി വിധി പറയാൻ പ്രയാസകരമെന്ന് സെഷൻസ് ജഡ്ജ് ആരായിരുന്നു? ജസ്റ്റിസ് CN ബ്രൂംഫീൽഡാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അതിലെ പ്രതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗാന്ധിജിയാണ്. ഇപ്പം ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ഗാന്ധിജിയാണ്. അപ്പം ഗാന്ധിജിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രക്ഷേപമാക്കിയിട്ട് ഒരു ബഹുജന പ്രസ്ഥാനമാക്കിയിട്ട് മാറ്റിയത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു.
എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുകയും അവരിൽ ഒരാളാവുകയും ചെയ്തു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ആരായിരുന്നു? ആളുടെ പേരെന്താണ്? ദാദാ അബ്ദുള്ള ജാവേരി. ആരാണ്? ദാദാ അബ്ദുള്ള ജാവേരി. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. 20 വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തു. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം എന്നാണ്? 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ആരുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. ദക്ഷിണാഫ്രിക്കയിൽ അങ്ങനെ 20 വർഷക്കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്നും ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി അവരുടെ സമരം നയിച്ചു. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹ സമര രീതിയാണ് ഗാന്ധിജി രൂപം കൊടുത്തത്. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ഏത്? ദക്ഷിണാഫ്രിക്ക. ഇനി നമുക്ക് അറിയാം 1915 ജനുവരി 9 ഗാന്ധിജി എവിടെ എത്തിയത്? നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അപ്പോൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ഈ ജനുവരി 9 നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി തൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ എത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് 2003 മുതൽ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിച്ചത്. അപ്പോൾ 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ആ ജനുവരി 9 2003 മുതൽ പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്ന് മുതലാണ്? 2003 മുതൽ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയും. ചമ്പാരൻ സത്യാഗ്രഹം അത് 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് നടന്നത്. അപ്പോൾ ആദ്യം, അതായത് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ആ ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആ ചമ്പാരൻ സത്യാഗ്രഹം അതിനുശേഷം ഗാന്ധിജി പ്രാദേശിക സമരങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് പങ്കെടുത്ത സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് പ്രേരണയായത് രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല എന്നുള്ളത് എന്താണ്? ചമ്പാരൻ സ്വദേശിയാണ് രാജ്കുമാർ ശുക്ല. അപ്പം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് പ്രേരണയായത് രാജ്കുമാർ ശുക്ലയാണ്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക്, ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രേരണ കൊടുത്തത് രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത് ആരാണ്? രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത് ചമ്പാരൻ സ്വദേശിയാണ്. അവിടെ എന്തായിരുന്നു പ്രശ്നം? നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. അപ്പം അതിന് പരിഹാരമായിട്ട്, ആ പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയും കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. അപ്പോൾ തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. പിന്നെ 1918 അപ്പോൾ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലാണ് പിന്നെ അടുത്തതായിട്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തത് 1918
1818 പങ്കെടുക്കുന്നത്. 1918 പങ്കെടുത്തു. സമരത്തിൻ്റെ കാരണം എന്തായിരുന്നു? വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 1918 ഗാന്ധിജി അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആദ്യമായിട്ട് ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് 1918 ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതന വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. ഇനി ഒരു സത്യാഗ്രഹം കൂടിയുണ്ട്. അതും 1918 ഗേദ കർഷക സമരം ഗേദ സത്യാഗ്രഹം. അതും ഗുജറാത്തിലെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തിയതാണ് 1918. അഹമ്മദാബാദും ഗേദയും ഗുജറാത്തിലാണ്, ചമ്പാരൻ ബീഹാറിലാണ്. 1918 സത്യാഗ്രഹത്തിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ടാണ് കർഷകർ സമരം തുടങ്ങിയത്. ഇനി ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ ഗാന്ധിജി തയ്യാറായി. അപ്പോൾ ഈ ബോക്സ് കണ്ടോ, ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ചമ്പാരൻ ബീഹാറിലാണ്. ഏത് വർഷമാണ്? 1917 യൂറോപ്യന്മാരായ തോട്ടമുടമകൾ നീലം കർഷകരെ ചൂഷണം ചെയ്തതാണ് കാരണം. പിന്നെ 1918 അഹമ്മദാബാദ് ഗുജറാത്തിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടാണ് ആ സമരം നടന്നത്. ഇനി ഗേദ സമരം നടക്കുന്നത് ഗുജറാത്തിലാണ് 1918. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായിട്ടും നികുതി ഇളവ് ലഭിക്കാത്തതിനാണ് ആ കലാപം നടന്നത്. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല പൊതുപരിപാടി 1916 ഫെബ്രുവരി 4 നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിനായിരുന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അതിനുശേഷം 1916 ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 1916 എന്നാണ് ഫെബ്രുവരി 4 ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. അത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിനാണ് പങ്കെടുക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു ഗാന്ധിജിയെ ക്ഷണിച്ചത്. സദസ്സിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും സമ്പന്നരും സർവകലാശാലയ്ക്ക് സഹായങ്ങൾ നൽകിയവരുമായിരുന്നു. ഇന്ത്യൻ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വരുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സദസ്സിലെ സാന്നിധ്യമില്ലായ്മയെക്കുറിച്ചാണ് ഗാന്ധിജി അന്ന് സംസാരിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒന്നാക്കി മാറ്റണമെന്ന തൻ്റെ ആഗ്രഹത്തിൻ്റെ വിളംബരമായിരുന്നു ബനാറസിലെ ഗാന്ധിജിയുടെ പ്രസംഗം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പം അന്ന് അങ്ങനെ സദസ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും സമ്പന്നരും അതേപോലെ സർവകലാശാലയ്ക്ക് സഹായങ്ങൾ നൽകിയ ആൾക്കാരായിരുന്നു. അപ്പം ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗം വരുന്ന കർഷകരോ തൊഴിലാളികളെ ഒന്നും സദസ്സിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഗാന്ധിജി അന്ന് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അതെന്നായിരുന്നു? 1916 ഫെബ്രുവരി 4 അപ്പോൾ 1915 ജനുവരി 9 ഗാന്ധിജി എവിടെ തിരിച്ചെത്തി? ഇന്ത്യയിൽ തിരിച്ചെത്തി. അതിനുശേഷം 1916 ഫെബ്രുവരി 4 ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടനത്തിൽ അതാണ് ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി. അതിനുശേഷമാണ് 1917 ചമ്പാരൻ സമരം, പിന്നീട് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം, പിന്നീട് 1918 ഗേദ കർഷക സമരം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.